തിരുവനന്തപുരം പോയതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ തങ്ങിയത് തന്നെ അമ്പലത്തിലെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി കാരണം വണ്ടിയിലോട്ട് കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് അവിടെ അടുത്ത് തന്നെയുള്ള, അതായത് മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ കുറച്ച് ഉള്ളിലോട്ട് പോകണം. അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ കണ്ണന് വഴിപാടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ഒട്ടുമിക്ക ദിവസങ്ങളിലും വന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു അമ്പലമായിരുന്നു. അപ്പോൾ ആദ്യം അമ്പലത്തിലേക്കാണ് പോയത്. അതിന് ശേഷമാണ് ഞങ്ങൾ ആറ്റുകാലിലേക്ക് പോയത്. കുഞ്ഞു അപ്പോൾ അവിടെ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇനി പോണത് ആറ്റുകാലിലോട്ടാണ് കേട്ടോ. രാവിലെ ആറ്റുകാൽ അമ്പലത്തിൽ പോയതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പോയത് ഇവിടെ തന്നെ നമ്മുടെ ആ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ അരികിലുള്ള ഒരു ചെറിയൊരു അരികിൽ കുറച്ചങ്ങ് ഉള്ളിലോട്ട് കയറിയിട്ട് ഒരു മണികണ്ഠസ്വാമി ക്ഷേത്രം ഉണ്ട് അയ്യപ്പൻ്റെ. അപ്പോൾ അവിടെയാണ് ഒരു വഴിപാടുണ്ടായിട്ട് അവിടെ ഇപ്പോൾ പോയത്. കുഞ്ഞു ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ എത്തിയിട്ടോ. സാധാരണ എപ്പോഴും അവിടെ നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇന്നെന്താണോ ഞങ്ങൾ വന്ന ദിവസം ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പോലെ നമുക്ക് തൊഴാൻ പറ്റിയിരുന്നു. അത്രയും ഒരു ക്യൂവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓടി ചെന്നങ്ങ് തൊഴാൻ പാകത്തിനായിരുന്നു. ഇതിന് മുന്നേയൊക്കെ ഞങ്ങളവിടെ വരുമ്പോൾ ക്യൂവിൽ തന്നെ കുറേ നേരം ക്യൂ നിന്നായിരുന്നു ഞാൻ തൊഴുതുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഈ അടുത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് നല്ല തിരക്കാണല്ലോ. അപ്പോൾ ഇന്ന് കണ്ണനായിട്ട് വന്നപ്പോൾ എന്താണ് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ തൊഴുതതിന് ശേഷം അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. കണ്ണനാണെങ്കിൽ വീഡിയോയ്ക്ക് നിൽക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. ആൾ വീഡിയോ ഫോട്ടോ എടുക്കാനൊന്നും വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. അപ്പം നിർബന്ധിച്ച് അങ്ങനെ ശ്യാം നിർത്തിയിരിക്കുകയാണ് ഫോട്ടോ ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചിരുന്നത്. എനിക്കും അതാണ് കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടം ഇന്ത്യൻ കോഫി ഹൗസാണ്. അപ്പം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ഭാഗമാണിത്. നല്ല തിരക്കായിരുന്നു തിരുവനന്തപുരത്ത്. അത് നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ടുള്ള ആ ഒരു തമ്പാനൂർ ബസ് സ്റ്റാൻഡാണത്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അവിടെ ഒരു പഴവങ്ങാടി ഗണപതിയുടെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയും കൂടി കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനായിട്ട്. കാര്യം നമ്മളെപ്പോഴും അവിടെ പത്മനാഭസ്വാമിനെ തൊഴുന്നതിന് മുന്നേ ഇവിടെ ഗണപതിനെ തൊഴണം എന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ആ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതു. ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ നേരെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനങ്ങൾ നമുക്ക് അകത്തേക്ക് കയറ്റാൻ പറ്റില്ല കേട്ടോ. ഷർട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് വാച്ച്, മൊബൈൽ എല്ലാം. അപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ബാഗിൽ നമ്മൾ ഒരു മൊബൈലിന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള മൊബൈൽ മാത്രം അവിടെ കൊണ്ടുപോയാൽ മതി. ബാക്കിയുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓരോന്നിനും ഓരോ പേയ്മെൻ്റ് ഉണ്ട്. സ്മാർട്ട് വാച്ചിന്, ഓരോ മൊബൈലിന്, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മളുടെ ഇതിലെ ഷർട്ടിന് പേയ്മെൻറ്റ് അങ്ങനെ ഓരോന്നും ആകുമ്പോൾ നമ്മളുടെ ഇന്ന് അതിന് തന്നെ ഒരുപാട് കാശാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമുക്ക് വേണ്ട ഒരു ഫോൺ, നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫോൺ എന്തെങ്കിലും മാത്രം, പിന്നെ അതുപോലെ തന്നെ കാറിൻ്റെ കീ, ഇത്രയും മാത്രം അകത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഇപ്പോൾ ഇനി നേരെ നമ്മൾ ആഴിമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടയേർഡായിട്ട്, നല്ല വെയിലാണ്. സാധാരണ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു നമ്മൾ ശരിക്കും ട്രിവാൻഡ്രത്ത് വരാനായിട്ട് വെച്ചിരുന്നത്. അന്നായിരുന്നെങ്കിൽ നല്ല മഴയായിരുന്നേനെ. അപ്പം ഇന്നെന്തായാലും ഇന്നലെ നമുക്ക് മഴയുടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും പക്ഷെ നല്ല വെയിലുണ്ട്. നമ്മൾ ടയേർഡായി കുറച്ച്. പക്ഷേ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലോണം തൊഴാനൊക്കെ പറ്റി. തിരക്കെന്ന് പറയാനായിട്ട് കഴിഞ്ഞ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ പോലും ഇവിടെ വരാറില്ല. ഇപ്പോൾ കണ്ണൻ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന സമയത്ത് ഞാനൊന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് കയറാൻ പറ്റില്ല. കാര്യം അത്രയും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്താണ് ആറ്റുകാലിലും തിരക്കുണ്ടായിരുന്നില്ല, ഇവിടെയും തിരക്കുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റിയിട്ടാ. പിന്നെ കുറച്ച് കണ്ണനിപ്പോൾ കാല് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അപ്പം ഞങ്ങൾ നേരെ ആഴിമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാ എന്തായി, ഓക്കെ ആണോ? എന്തായി, എങ്ങനെയുണ്ടായിരുന്നു അമ്പലം? കണ്ണനും ആദ്യമായിട്ടാണല്ലേ വരണേ? കുഞ്ഞു ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരണത്.
ഞാൻ ഇതിനു മുന്നേ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും തിരക്കോട്ടിട്ട് നമുക്ക് മിക്കപ്പോഴും എന്താ പറയാ കയറി തൊഴാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഗുരുവായൂർ പോയാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നാലും നല്ല തിരക്കായിരിക്കും. അപ്പൊ കയറിയൊക്കെ തൊഴുതിട്ടൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ ഒരു ഓർമ്മയെന്ന് പറയേണ്ട ഒരു പ്രാവശ്യം എന്തോ ഓർമ്മയിലുണ്ട്. അതിൻ്റെ ആ പുറത്തൊക്കെ ഒന്ന് പ്രദക്ഷിണ ഇട്ടിട്ടൊക്കെ പോരുകയാണ് ചെയ്യാറ്. അപ്പൊ ഇന്നിപ്പം നല്ലോണം തൊഴുതു, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ശ്യാമ എങ്ങനെ ഉണ്ടായിരുന്നു? ശ്യാമ 2-3 പ്രാവശ്യം മിക്കപ്പോഴും വന്നിട്ടുണ്ടല്ലേ? ശ്യാം മിക്കപ്പോഴും ടൂറൊക്കെ ഓഫീസിലൊക്കെ ബാച്ചിലർ ആയിരുന്ന സമയത്തൊക്കെ ഗുരുവായൂരൊക്കെ വരുമായിരുന്നു. പോണ വഴിക്കൊക്കെ എല്ലാവരും കയറുന്നതാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ആഴിമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് കറക്റ്റ് വഴിയൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ ഗൂഗിൾ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചോദിച്ചും പറഞ്ഞു. പിന്നെ ഗൂഗിളിൽ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ആഴിമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ പക്ഷെ നമ്മൾ റൂമിൽ പോയിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊന്നും മാറിയില്ല കേട്ടോ. നേരെ പോയെന്നാ കന്യാകുമാരി. കോവളം വഴിയാണ് നമ്മൾ പോണേന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ കോവളത്ത് കയറണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊരു വെയിലായത് കാരണം പിന്നെ കണ്ണന് ഇറങ്ങാനൊക്കെ ഭയങ്കര മടി. എനിക്ക് കുഞ്ഞുവിന് പിന്നെ കുഴപ്പമൊന്നുമില്ല, ആള് കയറാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിലും വെയിലായത് കാരണം എനിക്കൊരു ചെറിയൊരു മടി. നല്ല വെയിലാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട്. വെയില് പുള്ളിക്കും ഇഷ്ടപ്പെടുന്നില്ല. കാര്യം വെയിലത്ത് നമുക്കിപ്പോ അതെ വെയിലടിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അവിടെ ചെന്ന് നോക്കാം. അപ്പൊ കോവളത്ത് കയറാൻ പറ്റുകയാണെങ്കിൽ കയറും. പ്ലാനറ്റേറിയത്തിൽ കയറണമെന്നുള്ളതും കുഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പറ്റുമെങ്കിൽ അവിടെ കയറണം. സമയം പോലെ ഇരിക്കും. നമ്മളിനിയിപ്പോൾ ആഴിമലയിൽ പോയി റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. അപ്പം അതും ഒരു അമ്പലമാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ റൂമിൽ പോയിട്ട് ചുരിദാറൊന്നും ഇടാൻ നിന്നില്ല. ഈ ഡ്രസ്സ് അമ്പലത്തിലൊക്കെ നമുക്ക് ഈ ഡ്രസ്സിൽ തന്നെ അങ്ങ് പോകാമല്ലോ, അങ്ങനെ വിചാരിച്ചു. അപ്പം എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല ഭംഗിയുണ്ടോ അങ്ങോട്ട് പോണ വഴിക്കൊക്കെ. ആ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല പച്ചപ്പായിരുന്നു, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള ബീച്ചാണ്. നല്ല ഭംഗിയായിരുന്നു ആ ബീച്ച് കാണാണ്ട്. നല്ല കാറ്റും തിരയൊക്കെ ആണെങ്കിലും നല്ല തിരയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ നിന്ന് എടുത്തിരുന്നു. ആ ഒരു ശിവഭഗവാന്റെ ആ ഒരു പ്രതിമ ഇതൊക്കെ ഞങ്ങൾ ഫോണിൽ എടുത്തു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തവരിങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴാണ് അവിടെ കൂടി നമുക്ക് പാസ് എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തുകൂടി നമുക്ക് കയറാൻ പറ്റും. ഒരാൾക്ക് 20 രൂപയുടെ എന്തോ ഒരു പാസ്സായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളത് അറിഞ്ഞതും വേഗം തന്നെ ഞങ്ങൾ ആ പാസ് എടുത്തിട്ട് അമ്പലത്തിൽ കയറി. കാര്യം നമ്മൾ അത്രയും വരെ ചെന്നിട്ട് അവിടെ നിന്നൊരു ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റാണ്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് അതിന് മുന്നേ ഞങ്ങൾ അവിടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയിട്ടോ. നല്ല ഭംഗിയാണ് അവിടെ കാണുന്നത്. ശരിക്കും കോവളം എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങൾ കോവളത്ത് പോയില്ല. പക്ഷേ ആ ഭാഗമൊക്കെ ഇതിന് പണ്ട് പോയപ്പോൾ ഒരു ഓർമ്മ എനിക്കുണ്ട്. ഇതേപോലെ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതും ഏകദേശം ആ ഒരു സ്ഥലം തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഭംഗി അതിന് ഉണ്ടായിരുന്നു. ഞങ്ങൾ പാസ് എടുത്ത് അകത്ത് കയറി. അമ്പലം അടച്ചിരിക്കുകയായിരുന്നു. അമ്പലത്തിൽ തൊഴാനൊന്നും പറ്റിയില്ല. ഞങ്ങളവിടെ ശിവഭഗവാന്റെ ആ പ്രതിമയുടെ മുമ്പിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട്. നമ്മൾ ഒരിക്കലെങ്കിലും അവിടെ പോകണം കേട്ടോ എല്ലാവരും. കാര്യം അത്രയും നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ആ കടലിൻ്റെ ആ ഒരു ഇതും ഭംഗിയും അതുപോലെ തന്നെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗിയും എല്ലാം നല്ല രസമാണ്. പിന്നെ വെയിലിൻ്റെ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു, എങ്കിലും നല്ല രസമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ ഒരു ഗുഹ പോലത്തെ ഇതിനൊക്കെ എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങിയ ഒരു ഗുഹ പോലത്തെ സ്ഥലമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഉച്ചയായിട്ടോ. അപ്പോൾ എന്തായാലും ഊണിൻ്റെ നേരമായത് കാരണം റൂമിൽ നേരെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവിടെ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു ഊണ് കഴിച്ചത്. അവിടുത്തെ ഊണ് നല്ല, ഇതിന് മുന്നേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്. ഇലയൂണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒത്തിരി കറികളും എല്ലാം ഉണ്ട്. പപ്പടം അതുപോലെ കപ്പയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കപ്പയൊക്കെ നല്ല ടേസ്റ്റാണ്. പായസം ഉൾപ്പെടെയുള്ള ഊണാണ് കേട്ടോ കഴിക്കണേ. നല്ല അധികം എന്നാൽ നോർമൽ റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫിഷ് ഫ്രൈയും കഴിച്ചു കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊണാണ്. അപ്പോൾ ഊണ് കഴിച്ചിട്ട് നമ്മൾ നേരെ പ്ലാനറ്റേറിയത്തിലോട്ടാണ് കേട്ടോ പോയത്. അത് 3 മണിക്കായിരുന്നു അത് ഓപ്പൺ. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരുന്നു അത് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയി. ഗ്ലോബൽ. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു 3D ഒരു വ്യൂ 3Dയിലുള്ളൊരു ഇതായിരുന്നു കേട്ടോ നമുക്ക് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു അത്. ഇതിപ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ആ ഒരു ഗ്ലോബും കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച്
റോക്കറ്റും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു സ്പേസിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അകത്ത് ടിക്കറ്റ് എടുത്ത് അത് ഓരോന്നിനും ഒരു മൂവി കാണുന്നൊരു 3D മൂവി കാണുന്നൊരു ഫീലായിരുന്നു. അത് പ്ലാനറ്റ്സും എല്ലാം അത് കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലൊരിതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ശരിക്കും നമ്മൾ ആ ഒരു അവിടെയൊക്കെ ഒന്ന് പോയി വന്നാൽ നമ്മുടെ പ്ലാനറ്റ്സൊക്കെ ഒന്ന് നേരിട്ട് പോയി കണ്ട് വന്നൊരു ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അതിൽ കയറിയിരുന്നു. പിന്നെ ശ്യാമും കുഞ്ഞും കൂടി മാത്രമാണ് കേട്ടോ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നൊരു സംഭവം അവിടെ അതും ഈ പ്ലാനറ്റ്സിൻ്റെ തന്നെ ഒരു ഇതായിരുന്നു. അവർ രണ്ടുപേരും കൂടിയാണ് അതിന് പോയത്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ലായിരുന്നു. ഞങ്ങളപ്പോൾ അങ്ങനെ ഇവിടെയുള്ള പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം നമുക്ക് അവിടെ തന്നെ 6 മണിക്ക് വാനനിരീക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളധികം വെയിറ്റ് ചെയ്തില്ല, ഞങ്ങൾ തിരിച്ചു പോന്നു. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങളത് കാണാൻ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാനറ്റേറിയത്തിൽ കയറിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. ഒന്ന് ചായ എന്തെങ്കിലും കുടിക്കണം. സമയം ഇപ്പോൾ ഒരു 4:45 ആകാൻ പോണു. അപ്പോൾ എന്തായാലും നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കണം. പ്ലാനറ്റേറിയത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കിളി? കുഞ്ഞുവിനായിരുന്നു അത് കാണണം. എന്തോ സ്കൂളിൽ ടീച്ചർ എന്തോ പറഞ്ഞിരുന്നു പ്ലാനറ്റേറിയം. അപ്പോൾ ഇതുവരെ ഞാൻ സത്യം പറഞ്ഞാൽ പ്രിയദർശിനി പ്ലാനറ്റേറിയത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. സ്പേസിൻ്റെ ഇതിൻ്റെ എനിക്ക് കാണണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പഠിച്ചത് ഒരു ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് പോയപ്പോൾ ശരിക്കും ഞാനും കണ്ണമ്മോനും വണ്ടിയിലിരിക്കാം. ശ്യാം കുഞ്ഞുവിനെ കൊണ്ടേ കാണിക്കുന്നു പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ എന്തോ ഷോ ഉണ്ട്, 3D ഷോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ താഴ്ന്ന പിന്നെ കയറി കണ്ടേക്കാം എന്ന് പറഞ്ഞ് ഞാനും കണ്ണനും കൂടി അങ്ങനെ കയറിയതാണ്. അവിടെ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് പ്ലാനറ്റേറിയത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഇന്ന് സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ 5 മണി ക്ലോസിംഗ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം കയറാതിരുന്നത്. അപ്പം ഇന്നിപ്പോൾ ഒരാൾക്ക് 80 രൂപയാണ് അല്ലേ? അഡൽട്ടിന് 80 രൂപ, കുട്ടികൾക്ക് 45 രൂപ അല്ലേ? 45 രൂപ. അങ്ങനെയായിരുന്നു നമ്മുടെ ചാർജ് അവിടുത്തെ പ്ലാനറ്റേറിയത്തിലെ ചാർജ് വരുന്നത്. എന്താണ് അപ്പം അതിൻ്റെ ചാർജ് വരുന്നത് അങ്ങനെയാണ്. അത് ഈ 3D ഷോയ്ക്ക് മാത്രമായിരുന്നു ആ ചാർജ് കേട്ടോ. ഒരാൾക്ക് 80 രൂപ, കുട്ടികൾക്ക് 45 രൂപ. അങ്ങനെ വരുന്നത് 3D ഷോയ്ക്ക്. പിന്നെ അവിടുത്തെ ഓരോന്നിനും ഓരോ ടിക്കറ്റ് ഉണ്ട്. 3D അല്ല, അത് മെയിൻ ഷോ. പിന്നെ വേറെ 3D ഉണ്ട്, വിർച്വൽ റിയാലിറ്റി ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. 30-20 അങ്ങനെയൊക്കെ ഉള്ളത്. അതിന് ഞാൻ പോയില്ല. ഞാൻ ഈ 3Dയുടെ ആ ഒരു ഷോയ്ക്ക് മാത്രമേ ഞാൻ കയറില്ല. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും ഒരു സ്പേസിൽ പോയിട്ട് വന്നൊരു അനുഭവം ഉണ്ടായിരുന്നല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ കിടന്നിങ്ങനെ കണ്ടാൽ മതി. ചെയറിലിരുന്നിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക സ്പേസിലൊക്കെ നമ്മൾ സൂര്യനിലൊക്കെ ഒന്ന് പോയി 80 രൂപയ്ക്ക് നമുക്കല്ലേ ശ്യാമേ പോയിട്ടൊക്കെ വരാൻ പറ്റി. കണ്ണന് ഇഷ്ടപ്പെട്ടോ? കണ്ണന് ഇഷ്ടപ്പെട്ട്. പക്ഷെ കണ്ണനത് സ്കൂളിൽ KVയിൽ എന്തൊക്കെയോ അവിടെ പ്രൊജക്ടറിലൊക്കെ കാണിച്ചിട്ടുള്ളത് സെയിം തന്നെയാണെന്നൊക്കെയാണ് കണ്ണൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കണ്ണൻ എന്നാലും പിന്നെ കുഞ്ഞിനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശ്യാമിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പിന്നെ വരുന്നത് അവിടെ 6:30 എന്താന്നാ പറഞ്ഞത്? വാനനിരീക്ഷണം അവിടെ ഉണ്ട്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം തന്നെ, ഇന്നലെ ക്ലോസിംഗ് ടൈം നമ്മൾ നോക്കിയപ്പോൾ 5 മണിന്ന് കാണിച്ചുകൊണ്ടാണ് പോവാഞ്ഞത്. ഇതിങ്ങനെ വാനനിരീക്ഷണത്തിന്റെ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അതുകൂടി അതായത് 5 മണിക്ക് തീരും. ബാക്കിയെല്ലാം 5 മണിക്ക് ക്ലോസ് ചെയ്യും. പക്ഷെ ഈ വാനനിരീക്ഷണം നമ്മൾ നൈറ്റ് ആണല്ലോ അത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് വൈകിട്ടാണ് അതിന്റെ ഒരു 6:30ക്ക് ശേഷമാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മുടെ കാലാവസ്ഥയുടെ ഇതനുസരിച്ചിട്ടിരിക്കും. ഇപ്പൊ ചിലപ്പോ കാലാവസ്ഥ മോശമാണെങ്കിൽ ഒരു പക്ഷെ അത് കാണാൻ പറ്റില്ലായിരിക്കാം. അപ്പൊ അതനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇനിയിപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങള് ഇനി എന്തെങ്കിലും ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സ്ഥലങ്ങൾ ഇനി കയറാണ്ട്. ട്രിവാൻഡ്രത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മാത്രം കാണാനുള്ളതല്ല, നമുക്ക് ശരിക്കും 2 ദിവസം നിന്നിട്ട് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളുടെ അമ്പലങ്ങളാണെങ്കിലും പിന്നെ അത് കൂടാണ്ട് മ്യൂസിയം, അതിൻ്റെ ഇപ്പുറത്തുള്ള എന്താ പറയുക, നമ്മൾ അന്ന് പോയ സൂവിലൊക്കെ പോയത്, അത് നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നപ്പോൾ കയറിയതായിരുന്നു അത്. പിന്നെ ഇപ്പം ഇവിടെ എല്ലാം കയറി വരുമ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം കാണാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും അത് വാനനിരീക്ഷണം നമുക്ക് അടുത്ത എന്തെങ്കിലും തിരുവനന്തപുരത്ത് നമുക്ക് ഇനി ഇതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒന്നും കൂടിയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ വാനനിരീക്ഷണം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും സൂവിൽ ഒരു വട്ടവും കൂടി കയറണം. പിന്നെ അപ്പുറത്ത് നമ്മൾ ആ ഒരു
അടക്കാറായിട്ടുണ്ടായിരുന്നു. അതെ വൈകിട്ടായിരുന്നു നമ്മൾ അവിടെ കയറിയത്. അപ്പോഴത്തേനും അത് അടക്കാൻ പോണൊരു സമയമൊക്കെ ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് കണ്ട് ഇറങ്ങേണ്ടി വന്നു സൂവിൽ. കുഞ്ഞുനാണെങ്കിലും ആ ഒരു മൃഗങ്ങളെയൊക്കെ ശരിക്കൊക്കെ ഒന്നും കാണാൻ പറ്റില്ല. കുഞ്ഞിന് ഇഷ്ടപ്പെട്ട മൃഗം ഏതായിരുന്നു? കുറുക്കനടുത്ത കുറുനരി. അപ്പൊ കുറുനരീനെ കാണാൻ അതെ. അപ്പൊ അതൊക്കെ ഒന്ന് ശരിക്കും ഒന്നും കൂടിയൊക്കെ ഒന്ന് കാണണം. പിന്നെ മറ്റേ നമ്മുടെ ലിയോ സിനിമയിലെ കഴുതപ്പുലി അവിടെ ഉണ്ടായിരുന്നു. അതും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി അതൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് കാണണം. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു. ഇനി ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ നമുക്ക് വീട്ടിലേക്ക് പോകണം. അപ്പം എന്തായാലും ചായയൊക്കെ കുടിക്കണ അത് ആ ഒരു എന്താ പറയുക, അതൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. എവിടെ നല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കയറാം. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഹൈവേ കൂടി പോകുമ്പോൾ ഒത്തിരി തട്ടുകടകളുണ്ട്. അപ്പം നമുക്ക് ഈവനിങ്ങിലെ ചായ കുടിക്കാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ തട്ടുകടകളിലാണ്. അപ്പം നമുക്കിങ്ങനെ ഹൈവേ കയറി തിരുവനന്തപുരത്തിൻ്റെ അവിടെയൊന്നും ശരിക്കും തട്ടുകടകളൊന്നും ഇല്ല. നമ്മളാ എന്താ പറയുക, കൊല്ലം ആ ഭാഗത്തും ഇല്ല അല്ലേ ശരിക്കും തട്ടുകട. ആലപ്പുഴയിലോട്ട് കയറി കഴിയുമ്പോഴത്തേനും നല്ല തട്ടുകടകൾ നല്ല എന്താ പറയുക, നല്ല പൊറോട്ടയും അപ്പം ബീഫ് അങ്ങനെ കിട്ടുന്ന നല്ല കടകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ. പിന്നെ ഇപ്പം ഇവിടെ കയറുമ്പോഴത്തേനും ചെറുകടികളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. എനിക്ക് ഹോട്ടലിൽ കയറി കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം നൈറ്റും ഈവനിങ്ങും തട്ടുകടകളിൽ കഴിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പതിയെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടി നമ്മളൊരു തട്ടുകടയിൽ നിർത്തിയിട്ട് അവിടെ പഴംപൊരിയും ബ്രെഡ് റോസ്റ്റൊക്കെ ആയിരുന്നു. ഒത്തിരി ഇരുട്ടിയിട്ടാണ് നമ്മൾ ചായ കുടിച്ചത് തന്നെ. അപ്പോൾ ആകെ ടയേർഡായതുകൊണ്ട് പിന്നീട് ഞാൻ അങ്ങോട്ട് വീഡിയോസൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം മുഴുവനായിട്ടും കാണണം. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ബൈ.